ഹലോ, ഐ എം അവർണ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ നമുക്കൊരു ഗ്രീൻ പേപ്പറാണ് വേണ്ടത്. അതിനുശേഷം താഴോട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്താൽ ഇതുപോലെ നമുക്ക് സ്റ്റിക്കായിട്ട് കിട്ടും. എക്സ്ട്രാ പേപ്പറിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അപ്പുറവും ഇപ്പുറവും ഉള്ള എക്സ്ട്രാ ചെറുതായിട്ടുള്ള പേപ്പേഴ്സിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് കിട്ടും. അതിനുശേഷം ഇതേപോലെ യെല്ലോ പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. താഴോട്ട് ഒതുക്കി കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള പാർട്ട്, ഓപ്പൺഡ് അല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള പാർട്ടിൽ നല്ല തിന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇത് ഇതേപോലെയാണ് കിട്ടുന്നത്. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് നൂത്ത് കൊടുക്കാം. അതിന് മുമ്പ് നടുക്കുള്ള ആ ഒരു ചെറിയ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നൂത്ത് കൊടുക്കാം. നോക്കുമ്പോൾ ഇതേ രീതിയിലാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ച് ഗ്ലൂ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുള്ള് കവർ ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചതിൻ്റെ മേലെ കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. നന്നായിട്ട് ചുരുട്ടി കൊടുക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു വൈറ്റ് പേപ്പറാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ ഫോൾഡ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് നേരത്തെ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ക്ലോസ്ഡ് പോർഷൻ തന്നെ നല്ല തിന്നായിട്ട് അങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം തിന്നാക്കുന്നതാണ് കുറച്ചുകൂടി നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിന് നല്ലൊരു ഭംഗി വരാൻ വേണ്ടി. കാരണം ഇതേപോലെ നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് നൂത്ത് കൊടുക്കുക. ഇതേപോലെ നിവർത്തി എടുക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തത് ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. പകുതി ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഗ്ലൂ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച് ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് വെച്ച് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം. നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.